ഹലോ ഫ്രണ്ട്സ്, വെൽക്കംസ് ടു എവറിത്തിങ് ഹാപ്പിനെസ് ചാനൽ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപും കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവ് പോപ്പ് ലിയോ 14 തമ്മിലുള്ള ശീതയുദ്ധമാണ്. അവരുടെ ആശയപരമായ ഭിന്നത മറനീക്കി പുറത്തു വന്ന് ഇപ്പോൾ മീഡിയകളിലും ഇപ്പോൾ ഒരു പ്രധാന ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ലിയോ 14 യുദ്ധത്തെ എതിർത്ത് സംസാരിച്ചത് ട്രംപിന്, അമേരിക്കൻ പ്രസിഡന്റിന് പിടിച്ചില്ല. അദ്ദേഹം അതിനെതിരെ ശക്തമായ വാക്കുകളാണ് മാർപ്പാപ്പയ്ക്കെതിരെ, പോപ്പിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വസ്തുത വെളിച്ചം വീശുന്നത് അമേരിക്കയിൽ തന്നെ റോമൻ കത്തോലിക്സിൻ്റെ ഇടയിൽ ഒരു ഭിന്നത രൂപപ്പെടുകയും അത് പോപ്പിന് അനുകൂലമായും ട്രംപിനെതിരായിട്ടുമാണ് ഉരുത്തിരിയുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ പോപ്പിനെ അനുകൂലിച്ചാണ് സംസാരിക്കുന്നത്. ഇതിലെ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഫസ്റ്റ് അഗെയിൻ, മാഗ എന്നുള്ള ഒരു ഫോർമുലയോടുകൂടി ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുവാനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനും ഒക്കെ ഉപയോഗിച്ചപ്പോൾ ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കൻ സർവാധിപത്യത്തിനെതിരെ നിലനിൽക്കുകയാണ്. ഇത് തന്നെയാണ് ചൈനയും റഷ്യയും ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് എന്തുമാവാം, മറ്റുള്ളവരൊന്നും പാടില്ല എന്നുള്ള അവരുടെ കാഴ്ചപ്പാട്. അമേരിക്ക ഫസ്റ്റ്, അതൊന്നും മറ്റുള്ള എല്ലാവരും അംഗീകരിച്ചു കൊടുക്കണമെന്ന് ഇല്ല. ഇത് നമ്മൾ പല യുദ്ധങ്ങളിൽ കണ്ടതാണ്. പോപ്പ് സാധാരണഗതിയിൽ വൻകിട ശക്തികളുടെ കൂടെയാണ് കത്തോലിക്ക സഭയും എല്ലാ റിലീജിയസ് മതങ്ങളുടെ ഉന്നതാധികാര സമിതികളൊക്കെ കൂടെ നിൽക്കുന്നത്. ഇതൊരു അമേരിക്കക്കാരനായ പോപ്പ്, അമേരിക്കക്കാരനായ പ്രസിഡൻറ്റിനെതിരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോക ചരിത്രത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. പോപ്പ് ട്രംപിനോട് പറഞ്ഞു, എനിക്ക് പേടിയും ഭയമൊന്നുമില്ല, ഞാൻ സമാധാനത്തിനും യുദ്ധത്തിനും എതിരായിട്ട് തന്നെ നിൽക്കുന്നത് തുടരുക തന്നെ ചെയ്യും എന്ന് ട്രംപിനോട് നേരിട്ട് തന്നെ പറഞ്ഞു. മറ്റുള്ള രാജ്യങ്ങളെല്ലാം അത് പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോപ്പ് ഇങ്ങനെയൊരു സ്റ്റാൻഡ് എടുത്ത സ്ഥിതിക്ക് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് സ്ഥലം വിടുവാൻ വേണ്ടി മിക്കവാറും ട്രംപ് ശ്രമിക്കും. അതിലേക്കൊക്കെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ സമാധാനം എന്നും പറഞ്ഞ്, ലോക സമാധാനം എന്ന് പറഞ്ഞ് ഇതേമാതിരിയുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ പോപ്പ് ഇടപെടരുത് എന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കക്കാരനായ പോപ്പിന് അതൊന്നും ഒരു വിഷയമല്ല. അദ്ദേഹം തികച്ചും ക്രൂരമായ കൊലപാതകങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. അത് തന്നെ ഇറ്റാലിയൻ ഗവൺമെൻറ്റും പോപ്പിൻ്റെ അഭിപ്രായത്തിനോടാണ് യോജിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഭൂരിഭാഗവും പോപ്പിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു വ്യക്തിയല്ല, അതൊരു പ്രസ്ഥാനമാണ്. അതിഭയങ്കരമായ സാമ്പത്തിക ശക്തിയുടെയും പവറിൻ്റെയും പല രാജ്യങ്ങളെയും സ്വാധീനിക്കാൻ കഴിവുള്ള അതീവമായ വലിയ ഒരു ശക്തിയുടെ പ്രതീകമാണ് പോപ്പ്. അത് തന്നെയല്ല, നൂറ്റാണ്ടുകളുടെ പഴക്കവും അതിൻ്റെ പ്രതീകവുമാണ്, ശക്തിയുടെ പ്രതീകവുമാണ് പോപ്പ്. എല്ലാ പോപ്പുമാരും സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അത് തന്നെ ഈ പോപ്പും ചെയ്തു എന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഈ പോപ്പിന് വേറൊരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നത്, അദ്ദേഹം ഒരു തീവ്രമായി ചിന്തിക്കുന്ന ഒരാളല്ല. അദ്ദേഹം ഓൾറെഡി യുദ്ധത്തിനെ അപലപിച്ചു, സമാധാനമുണ്ടാകണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലും അദ്ദേഹം ഒരു
ഏക ദൈവവിശ്വാസത്തിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് സഭയിൽ നടത്തേണ്ടത്. കാണുന്നിടത്തെല്ലാം വിഗ്രഹങ്ങൾ വെച്ച് അതൊരു വ്യാവസായികമായി തട്ടിപ്പ് നടത്തി എന്ന പ്രവണതയെ അദ്ദേഹം എതിർത്ത് സംസാരിക്കുകയും സർക്കുലറുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് ധാരാളം പുണ്യാളന്മാരും പുണ്യവതികളും ചില മുൻകാല പോപ്പുമാർ ചെയ്ത പോലെ കാണുന്നവരെല്ലാവരെയും വിശുദ്ധരായിട്ടും സെൻറ്റുകളായിട്ടും ഒക്കെ പ്രഖ്യാപിച്ച് അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന രീതിയെ അദ്ദേഹം അപലപിച്ചു. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റുള്ള മതസ്ഥരെയും ഉദാഹരണമായി ഇസ്ലാമിനെയും അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അൾജീരിയ പോലുള്ള രാജ്യങ്ങളിൽ മുസ്ലിം മതപണ്ഡിതന്മാരോടൊപ്പം തന്നെ ആ മതത്തെ അംഗീകരിച്ച് ഇസ്ലാം ഒരു സാഹോദര്യമുള്ള മതമാണെന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയും പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ്. അത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. ഇതുതന്നെയാണ് എല്ലാ മതങ്ങളും ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് മാത്രം, എൻ്റെ സഭയ്ക്ക് മാത്രം, എൻ്റെ ആളുകൾക്ക് മാത്രം സന്തോഷം സമാധാനവും ബാക്കിയുള്ളവരെല്ലാം നശിക്കണം, അല്ലെങ്കിൽ അത് ശരിയല്ല, അവർ കറക്റ്റല്ല എന്നുള്ള സങ്കുചിതമായ കാഴ്ചപ്പാട് മതാധിപതികൾക്ക് നല്ലതല്ല. സുഹൃത്തുക്കളെ, ഇതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിനെ അപലപിച്ചുകൊണ്ട്, അതേപോലെ മാർപ്പാപ്പയെ അപലപിച്ചുകൊണ്ട്, പോപ്പിനെ അപലപിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ പ്രസ്താവനയെ അപലപിച്ച് ഓൾറെഡി ഇറാനിയൻ പ്രസിഡൻറ്റ് രംഗത്ത് വന്നു. ആ വസ്തുത നമ്മൾ കാണേണ്ടതാണ്. എന്താണെങ്കിലും ക്രിസ്തീയ സഭയും ഇസ്ലാം കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ഇസ്ലാം മതവുമായിട്ടുള്ള ഒരു വൈരുദ്ധ്യത കുറഞ്ഞു വന്ന നേരത്തെ എല്ലാം സഹോദരങ്ങളാണ്. ഇതെല്ലാം പ്രാചീനമായിട്ടുള്ള വേദമതങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ വേദമതങ്ങളിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട്. എങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ മത നേതാക്കളും ഭരണാധികാരികളും അത് മിസ്യൂസ് ചെയ്ത് പാവപ്പെട്ടവരെയും പാവങ്ങളെയും പറ്റിക്കുന്ന ചരിത്രമാണ് ലോക ചരിത്രത്തിലും എല്ലാ ചരിത്രത്തിലും നമ്മൾ കണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ഒരു പ്രവർത്തനം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതും ശ്ലാഘനീയവുമാണ്. അങ്ങനെ ക്രിസ്തുമതവും ഇസ്ലാം മതവും മറ്റുള്ള മതങ്ങളും ഓർത്തഡോക്സ് സഭയും മറ്റു ധാരാളം സഭകളുണ്ട്, ഹിന്ദുമതവും ഒക്കെ ആയിട്ടുള്ള അതിർവരമ്പുകൾ കുറഞ്ഞ് സ്നേഹവും സമാധാനവും ലോകത്ത് ഉണ്ടാവും. ട്രംപിൻ്റെ യുദ്ധവും എന്തായാലും ട്രംപിൻ്റെ കാലാവധി കഴിയുമ്പോൾ കഴിയും. ട്രംപിൻ്റെ യുദ്ധവും ഒക്കെ അവസാനിപ്പിച്ച് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചുവടുവെപ്പായിട്ട് നമുക്ക് അമേരിക്കക്കാരൻ തന്നെയായിട്ടുള്ള ഈ പോപ്പ് ലിയോ 14 പ്രവൃത്തിയെ നമുക്ക് വസ്തുതാപരമായി കാണാൻ കഴിയും. എന്തായാലും സുഹൃത്തുക്കളെ, എത്രയും പെട്ടെന്ന് അതിഭയങ്കരമായ ഈ യുദ്ധം അവസാനിച്ച് ലോകത്തിന് നന്മയും സമാധാനവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഔട്ട്.